ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനലിന് തരുന്ന സപ്പോർട്ടിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രത്തോളം എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രതീക്ഷയില്ലാതെയാണ് ചാനൽ തുടങ്ങിയത്. എൻ്റെ വീഡിയോസിനെല്ലാം നിങ്ങൾ തരുന്ന ലൈക്ക്, കമൻറ്റ് എല്ലാം തന്നെ എനിക്കധികം വാല്യുബിളാണ്. ഇനിയും ഞാനത് തുടർന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള എൻ്റെ ഡെയിലി വ്ളോഗ്സിൽ ഞാൻ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഞാനിപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം, ഈ നമ്മൾ ലൈവ് എടുക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ലൈവ് നമ്മൾ വരുമ്പോൾ നെഗറ്റീവ് കമൻസ് ഇടാൻ വേണ്ടിയിട്ട് ഈ കാത്തു നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. യൂട്യൂബിൻ്റെ സപ്പോർട്ടേഴ്സ്, യൂട്യൂബിൽ വരുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നു എന്നാണ് അവർ ഭാവിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. എനിക്കങ്ങനെ കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കുറച്ച് ഇങ്ങനത്തെ നെഗറ്റീവ് കമൻറ്റ്സ് കിട്ടിയ ഒരു യൂട്യൂബർ ആര് എന്ന് കേട്ടാൽ അത് ഞാനായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റുള്ളവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഏറ്റവും കുറച്ച് നെഗറ്റീവ് കമൻറ്റ്സ് അല്ലെങ്കിൽ ബാഡ് കമൻറ്റ്സ് കിട്ടിയിട്ടുള്ള ഒരാൾ ഞാനാണ്. വളരെ പരിക്കേൽക്കാതെ നിൽക്കുന്ന ഒരാൾ, ഒരു യൂട്യൂബർ, അല്ലെങ്കിൽ ഒരു 5 പേരെടുത്താൽ അതിലൊരാൾ ഞാനായിരിക്കും. അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ചാനലിൽ നെഗറ്റീവ് കമൻറ്റ്സ് വളരെ കുറവാണ്. എൻ്റെ ഒരു വീഡിയോസിൽ ഒന്നിലും തന്നെ ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും കഴിഞ്ഞ 6-7 മാസങ്ങൾക്കുള്ളിൽ കിട്ടിയിട്ടില്ല, വന്നിട്ടില്ല. ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. എൻ്റെ ലൈവിലും നെഗറ്റീവ് കമൻറ്റ് വളരെ കുറവാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസാണ് എൻ്റെ ലൈവിലുള്ളത്. പക്ഷേ എനിക്ക് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിനെ വളരെ അധികം വേദനിപ്പിച്ച ഒരു നെഗറ്റീവ് കമൻസിനെ കുറിച്ചാണ് ഞാൻ ഈ പറയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത്തിരി ഏജ്ഡ് ആയ കുറച്ച് അമ്മമാർ യൂട്യൂബിൽ ഉണ്ട്. അവർ യൂട്യൂബിൽ നിൽക്കുന്നത് അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് കൊടുക്കുമെന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമെന്നോ ലക്ഷങ്ങൾ കൊയ്യാമെന്നോ കരുതിയിട്ടല്ല. ജീവിതത്തിൻ്റെ അന്ത്യഘട്ടങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന കുറേ അമ്മമാരുണ്ട് നമ്മുടെ വീടുകളുടെ ചുവരുകൾക്കുള്ളിൽ. മക്കളോ മരുമക്കളോ കൂട്ടുകാരോ ആരും തന്നെ ഇല്ലാതെ, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ചുവരുകൾക്കുള്ളിൽ തളച്ച് ഇടപെടുന്ന വൃദ്ധരായ നമ്മുടെ മാതാപിതാക്കൾ വീടിനകത്ത് ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ട്. അവർക്ക് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നതിനും സമയം പോകുന്നതിനും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കാനും കുറച്ചൊന്ന് പോസിറ്റീവായിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ വന്ന് അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്നത്. അവരുടെ പാചകങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതൊക്കെ പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ആ ചാനലിൽ കയറി ഞരമ്പ് രോഗികളെന്ന് പോലും വിളിക്കാൻ എനിക്കറിയില്ല എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന്. സത്യം പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം എന്തെങ്കിലും ഒരു ബാഡ് നെയിം ഉണ്ടെങ്കിൽ അതിട്ടാണ് വിളിക്കേണ്ടത്. കുറേ പേര് ഇങ്ങോട്ട് വന്നിട്ട് ആ അമ്മമാരെ, നിങ്ങൾക്കൊക്കെ അമ്മമാരില്ലേ മനുഷ്യന്മാരെ? എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ഈ അമ്മമാരുടെ മുഖത്ത് നോക്കി ഈ ബാഡ് കമൻസ് ഇടാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കൈ ചലിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഇത് റൈറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഏത് മാനസികാവസ്ഥയിലുള്ള ആൾക്കാരാണ്? വല്ല മെൻ്റൽ ഹോസ്പിറ്റലിലും പോയി കിടന്നുകൂടെ? ഇതിനേക്കാളും സഹിക്കാൻ പറ്റുന്നില്ല. സത്യം ഞാൻ പറയട്ടെ, എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഈ വയസ്സായ അമ്മമാരെ ഇങ്ങനത്തെ അശ്ലീല കമൻറ്റുകൾ ഇട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് തരം സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? എന്താ ചോദിക്കാനും പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്കൊരാൾ ഇതേപോലെ എൻ്റെ ചാനലിൽ കയറി വന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കമൻറ്റ് ഇട്ട് ഞാനവനെ പൊക്കി. മനസ്സിലായോ? എനിക്കതിനുള്ള സോഴ്സ് ഉണ്ട്. ഈ പാവപ്പെട്ട അമ്മമാർ എന്ത് ചെയ്യും? നിങ്ങൾ എന്തിനാണ് ഈ വില കൊടുത്ത് പാവം വാങ്ങിച്ചു വയ്ക്കുന്നത്? നിങ്ങൾക്ക് നെറ്റൊക്കെ ഇതിന് ചിലവല്ലുള്ളതല്ലേ? ഈ യൂട്യൂബിൽ വന്ന് ഇങ്ങനെ നിൽക്കാനും ഈ റൈറ്റ് ചെയ്യണ സമയത്തൊക്കെ നിങ്ങൾക്ക് നെറ്റാകില്ലേ? ഈ പൈസ കൊണ്ട് നിങ്ങൾ വല്ല ദേവാലയങ്ങളിലും വിട്. നിങ്ങൾക്ക് എന്തെങ്കിലും മോക്ഷം കിട്ടട്ടെ. കഴിഞ്ഞ ദിവസം ഒരു റിട്ടയർഡായ ടീച്ചർ, 70 വയസ്സിന് പുറത്തുള്ള ഒരു അമ്മയെ, ആ അമ്മയുടെ ലൈവിൽ വന്നിട്ട് ഒരു വൃത്തികെട്ടവൻ കാണിച്ച തെമ്മാടിത്തരങ്ങൾ. എടാ, നിന്നെയൊക്കെ ആണെങ്കിലും നേരിട്ട് കിട്ടിയാലുണ്ടല്ലോ ഇടിച്ച് പരുവപ്പെടുത്തി കളയും. സത്യം പറയട്ടെ, മേലാൽ ഈ പരിപാടി ചെയ്യരുത്. വളരെ ക്ഷമയോടെയാണ് ഞാൻ പറയുന്നത്. ഈ പരിപാടി ചെയ്യരുത്, ഇത് തെറ്റാണ്. തന്നെ ജനിപ്പിച്ചതൊരു അമ്മയില്ലേ, ഒരു സ്ത്രീയല്ലേ? തൻ്റെ വീട്ടിലും ഇല്ലേ അമ്മയും പെങ്ങന്മാരും? താൻ ഒറ്റയ്ക്കല്ലല്ലോ ഈ ലോകത്ത് ജനിച്ചു വന്നത്. താൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ജനിക്കാനും പറ്റില്ലടോ. അതുകൊണ്ട് ദയവായി ഈ പരിപാടി ലൈവിൽ വരുന്ന അമ്മമാരെ നിങ്ങൾ ഞങ്ങളെയൊക്കെ പോലുള്ളത് ചെയ്യും. ഞങ്ങൾക്കറിയാമല്ലോ നിങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന്. ആ അമ്മ അപ്പോൾ തന്നെ യൂട്യൂബ് വിട്ടിട്ട് ഓടി കരഞ്ഞുകൊണ്ട് എന്നോട് സംസാരിച്ചിരുന്നു. എൻ്റെ ഫ്രണ്ടാണ്, ഒരു ടീച്ചറാണ്, റിട്ടയർഡ് ടീച്ചറാണ്. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ദ്രോഹങ്ങൾ? നിങ്ങൾക്ക് വേറെ പണിയില്ലേ? എന്തെങ്കിലും ചുമടെടുക്കുക.
ദയവായി ഈ പരിപാടി ചെയ്തേക്കരുത്. തെറ്റാണ്. ഇത് സമൂഹത്തിലെ ഏറ്റവും വലിയൊരു ജീർണതയാണ്. ഇതൊരു സൈബർ ക്രൈമാണ്. പ്രതികരിക്കാൻ കഴിയാത്ത പാവപ്പെട്ട അമ്മമാരെന്ത് ചെയ്യും? പ്രതികരിക്കാൻ കഴിവുള്ള ഞങ്ങളെയൊക്കെ പോലുള്ളവരുടെ അടുത്ത് നിങ്ങൾ വാ, നെഗറ്റീവ് കമൻറ്റുമായിട്ട്, ബാഡ് കമൻറ്റുമായിട്ട്, അശ്ലീല കമൻറ്റുമായിട്ട് വരൂ. ഓക്കെ.